ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നൗറാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു ഡ്രിങ്കാണ്. ചെറുപഴം വെച്ചിട്ട് ചെയ്യുന്ന ഒരു ഡ്രിങ്കാണ്, തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റീൽ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പഴം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ടൈപ്പിലുള്ള ചെറുപഴമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ചെറിയ പഴം കൊണ്ട് യൂസ് ചെയ്താലാവും ഇത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് നല്ലോണം ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ തൊലി കളയുന്നതിൻ്റെ മുന്നേ കയ്യിലിട്ടിട്ട് നല്ല ഇങ്ങനെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളു നല്ല ഉടഞ്ഞ് കിട്ടും. അപ്പോൾ പിന്നെ നമുക്ക് കുത്തി ഉടക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. മറ്റേത് ഉടഞ്ഞു കിട്ടാൻ ഭയങ്കര പ്രയാസമാവും. അങ്ങനെ നമ്മൾ പാകത്തിനുള്ള പഴം ഇതിൽ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ദുബായിലൊക്കെ നല്ല ചൂടിൻ്റെ ടൈമാണ്. അപ്പോൾ ആ ചൂടിനൊരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് ഇങ്ങനെ ഉണ്ടാക്കി കുടിക്കാൻ നല്ലതാണ്. നമുക്ക് എത്രയാണോ നമ്മൾ വേണ്ടത് അതനുസരിച്ച് പഴം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 3-4 പഴം എടുത്തിട്ടുണ്ട്. ഇതിന് ഇനി നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. പാകത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അത് ചേർത്തിട്ട് നല്ലോണം കുത്തി ഉടക്കുക. പഞ്ചസാരയും കൂടെ ചേർത്ത് കുത്തി ഉടക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും. ആ പഞ്ചസാരയുടെ തരിതരിപ്പിൽ കിടന്നിട്ട് പഴം പെട്ടെന്നാണ്ട് ഉടഞ്ഞു കിട്ടും. ഇങ്ങനെ ഒരു കയ്യിൽ വെച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. നമ്മളിത് സാധാരണ ഇത് പഴം അടിച്ചിട്ട് തേങ്ങാപ്പാൽ ചേർത്ത് മിക്സിയിൽ അടിച്ചിട്ടും ചെയ്യും. പക്ഷേ അതിൽ നിന്നൊരു വ്യത്യസ്ത ടേസ്റ്റ് തന്നെയാണ് ഇതിന്. അതും ഇതും തമ്മിൽ ടേസ്റ്റിൽ നല്ല വ്യത്യാസമുണ്ട്. ഇനി ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട്. നമുക്ക് തേങ്ങാപ്പാൽ എടുക്കണം. അപ്പോൾ നമ്മൾ വെള്ളത്തിന് കണക്ക് എത്രയാണോ അതനുസരിച്ചാണ് തേങ്ങ എടുക്കുന്നത്. ഒന്നിനും ഒരു പ്രത്യേക അളവില്ല. അപ്പോൾ നമ്മൾ പാകത്തിന് തേങ്ങ ചേർത്തിട്ട് നല്ലോണം അടിച്ചിട്ട് അതിൻ്റെ പാല് വേണം എടുക്കാനായിട്ട്. കട്ടിയുള്ള പാല് വേണമെന്നൊന്നുമില്ല, കുറച്ച് ലൂസായിട്ട് തന്നെ. കാരണം നമ്മൾ ഈ തേങ്ങാപ്പാൽ കൊണ്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. പിന്നെ എക്സ്ട്രാക്ക് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കും. ആ ഒരു കുറച്ച് ചെറിയൊരു കട്ടിയിൽ, തേങ്ങാപ്പാലിൻ്റെ ഒരു ചെറിയ കട്ടിയിൽ കുടിക്കുമ്പോൾ തന്നെയാണ് ടേസ്റ്റ് ഉള്ളത്. അങ്ങനെ തേങ്ങാപ്പാൽ തയ്യാറാക്കിയെടുക്കാം നമുക്ക്. പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഞാനിതിൽ ഏലക്കായ പൊടിച്ചത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഏലക്കായ നിങ്ങൾ പൊടിച്ചത് കയ്യിലില്ലെങ്കിൽ ഈ സമയത്ത് തേങ്ങ പാലെടുക്കുന്ന ടൈമിൽ അതിലേക്ക് ഏലക്കായ ചേർത്ത് കൊടുക്കുക. എന്നാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് ആ തേങ്ങാപ്പാലിൽ വരും. ഇനി ഞാനിതിലേക്ക് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെ ഡ്രിങ്കിന് കുറച്ച് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഐസ് ക്യൂബ് ചേർത്തിട്ട് അടിച്ചു കഴിഞ്ഞാൽ നല്ല തണുപ്പുണ്ടാവും ഡ്രിങ്കിന്. അപ്പോൾ ഞാനിവിടെ തേങ്ങാപ്പാൽ അടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു അരിപ്പയിലൂടെ അരിച്ചിട്ട് ഇതുപോലെ പാല് നല്ലോണം ആ ചണ്ടിയിൽ നിന്നും വരുന്നത് വരെ നമ്മൾ അടിച്ചെടുക്കുക. തേങ്ങയിൽ നിന്നും ഇങ്ങനെ പിഴിഞ്ഞിട്ട് അതിൻ്റെ പീര നമുക്ക് മാറ്റാം. നമ്മൾ ഫസ്റ്റ് അടിച്ചിട്ട് അതിൽ നിന്നും പാല് ഫുള്ള് പോന്നിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ ആ പീരയിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് പാകത്തിന് വെള്ളമായിട്ട് കിട്ടും. ഇനി നമുക്കിതിലേക്ക് ഈ തേങ്ങാപ്പാൽ ഈ പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. പഴം ഉടച്ച് വെച്ച മിക്സിയിലേക്ക് ചേർക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. പഴവും തേങ്ങാപ്പാലും കൂടി നല്ലോണം ചേർത്ത് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ പഴം ഇങ്ങനെ ചെറുതായി കടിക്കുന്ന രൂപത്തിലാണ് ഉണ്ടാവുക. അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ അതൊരു തണുപ്പും കൂടി ഉണ്ടാകുമ്പോൾ രസമാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും കുടിക്കാനായിട്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് ഉപ്പിടുന്നുണ്ട്. നമ്മൾ മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഉപ്പ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് ഏലക്കായ പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നല്ലോണം നമുക്കിതിനെ ഇളക്കി കൊടുക്കാം. ഇത് ഇങ്ങനെ ഈ രൂപത്തിലും കുടിക്കാം. ഇനി അതെല്ലാം നിങ്ങളിതിലേക്ക് കുറച്ച് അവല് കുതിർത്തിയിട്ട് അത് ചേർത്തിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും കുടിക്കാം. അപ്പോൾ കുറച്ച് നമുക്കതിൽ കഴിക്കാനും ഉണ്ടാവും, ഡ്രിങ്കായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. ആ ഒരു രൂപത്തിലാവും. ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ നമ്മളെ വിശപ്പ് മാറും, അവലൊക്കെ ചേർത്ത് കുടിക്കുകയെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇങ്ങനെയാണ് ഞാനിത് പഴത്തിൻ്റെ വെള്ളം തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ തണുപ്പിനൊക്കെ നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാനായിട്ടൊക്കെ. അപ്പോൾ നിങ്ങളാരും ഇതുപോലെ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പഴത്തിൻ്റെ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഉന്മേഷം ഉണ്ടാവും നമുക്ക് ചൂടിനൊക്കെ ഇത് കുടിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടും എല്ലാവർക്കും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു ഡ്രിങ്കായിരിക്കും ഇത്.
അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നൗറാസ് കിച്ചൺ കാണുന്നുണ്ടെന്ന്, നൗറാസ് കിച്ചൺ എന്ന് പറഞ്ഞ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസും ലിങ്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.